ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളുണ്ട് എന്ത് ചെയ്താലും ശരിയാവാത്തൊരവസ്ഥ. ഒരു ജോലിക്ക് ശ്രമിക്കും, അത് കിട്ടില്ല. ഒരു വലിയ കാര്യത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കും, പക്ഷെ അതൊക്കെ പകുതി വഴിക്ക് മുടങ്ങിപ്പോകുന്നു. അല്ലെങ്കിൽ വിശ്വസിച്ച ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം ഇവിടെ തളച്ചിട്ട പോലെ. പക്ഷേ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ആ തടസ്സങ്ങളും നിങ്ങളെ തഴഞ്ഞവരും അടഞ്ഞുപോയ വാതിലുകളും വെറുമൊരു പരാജയമല്ല. അത് പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി നടത്തുന്നൊരു ഡിവൈൻ പ്ലാനിംഗ് ആണെങ്കിലോ, ദൈവം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പുതിയ വഴിയിലേക്കുള്ള വഴിത്തിരിവാണെങ്കിലോ. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു എന്നതിൻ്റെ 5 ശക്തമായ സൂചനകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് വെറും മോട്ടിവേഷൻ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴികാട്ടിയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിൽ ഒന്നാമത്തെ സൈനാണ് അപ്രതീക്ഷിതമായ വാതിലുകൾ തുറക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. മിക്കവാറും അതൊരു വലിയ ഡിസ്റ്റർബൻസിലൂടെ ആയിരിക്കും തുടങ്ങുന്നത്. അതായത് നിങ്ങൾ വളരെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇല്ലാതാകുന്നു. ഒരു ജോലി പോകുന്നു, അല്ലെങ്കിൽ വർഷങ്ങളായുള്ള ഒരു ബിസിനസ് തകരുന്നു. ആ സമയത്ത് നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന്. പക്ഷേ ശരിക്കും അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ പഴയ ജീവിതത്തിൻ്റെ വേരുകൾ അറുത്തു മാറ്റപ്പെടുകയാണ്. പുതിയൊരു മണ്ണിൽ പോയി മുളയ്ക്കാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങളെ അവിടുന്ന് മാറ്റുകയാണ്. ആ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു മേഖലയിൽ നിന്നും ഒരവസരം വരും. ഒരുപക്ഷെ നിങ്ങൾ മുൻപ് ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമാശയ്ക്ക് തുടങ്ങിയ ഒരു കാര്യം വലിയൊരു വഴിയായിട്ട് മാറുന്നു. ഇതൊന്നും യാദൃശ്ചികതയല്ല. നമ്മൾ പ്ലാൻ ചെയ്ത വഴിയേക്കാൾ മികച്ചൊരു വഴി ദൈവം നമുക്കായി തുറന്നു തരികയാണ്. ലോജിക്ക് വെച്ച് നോക്കിയാൽ ഇത് മനസ്സിലാവില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ചെറിയ ശബ്ദം പറയും, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന്. ആ ശബ്ദത്തെ വിശ്വസിക്കുക. അതായത് പ്രപഞ്ചമെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവാത്ത പല കാര്യങ്ങളും ആ സമയത്ത് നടക്കും. ഇനി രണ്ടാമത്തെ സൈനാണ് തടസ്സങ്ങൾ താനെ നീങ്ങുന്നു. രണ്ടാമത്തെ സൂചന വളരെ രസകരമാണ്. നിങ്ങൾ ആ പുതിയ വഴിയിലൂടെ നടക്കാൻ തീരുമാനിച്ചാൽ അതുവരെ നിങ്ങളെ വട്ടം കറക്കിയ പല പ്രതിസന്ധികളും അത്ഭുതകരമായിട്ട് ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാം. പണ്ട് നിങ്ങൾ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി 100 വാതിലുകളിൽ മുട്ടേണ്ടി വന്നിട്ടുണ്ടാകാം. എന്നിട്ടും ഒന്നും നടന്നു കാണത്തില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുമ്പോഴേക്കും കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് സിഗ്നലുകളെല്ലാം പച്ചയാകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ഓരോന്നായി നീങ്ങും. ഇതിനർത്ഥം നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ശരിയായ പാതയിലൂടെ ആണെന്നാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം, അതായത് അലൈൻമെന്റിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ കഠിനാധ്വാനം കുറയുകയും ഫലം കൂടുകയും ചെയ്യും. പണ്ട് നിങ്ങളെ എതിർത്തവർ പോലും ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വരുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാം. പക്ഷേ അതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു രീതി. ഇനി മൂന്നാമത്തെ സൈനാണ് നിങ്ങളുടെ വിശ്വാസം ദൃഢമാകുന്നു. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിലെ വിശ്വാസം വർദ്ധിക്കും എന്നതാണ്. ഇവിടെ നമുക്ക് കൃത്യമായ ഉറപ്പൊന്നുമില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത സമാധാനം അനുഭവപ്പെടും. അതായത് മുന്നോട്ടുള്ള വഴിയിൽ ഫുൾ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഉറപ്പും കാണില്ല. പക്ഷേ അടുത്ത ഒരടി വെക്കാനുള്ള വെളിച്ചം ദൈവം നമുക്ക് തരും. ആ ഒരു സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് വല്ലാത്തൊരു ധൈര്യവും തോന്നും. എനിക്കറിയില്ല എങ്ങനെയാകുമെന്ന്, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എല്ലാം നന്നായി നടക്കും എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഇതിനെയാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഫലം നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് ആ പ്രോസസ്സിൽ വിശ്വസിച്ചാണ്.
പേടി പൂർണ്ണമായിട്ട് മാറില്ല, പക്ഷേ പേടിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയിലുള്ള വിശ്വാസം വരും. നിങ്ങളൊരു പിച്ച വയ്ക്കുന്ന കുട്ടിയെപ്പോലെയാണ്. മുന്നിൽ എന്താണെന്ന് അറിയില്ലെങ്കിലും അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്ന ആ ഒരൊറ്റ ഉറപ്പിൽ നടക്കുന്നത് പോലെ. എനിക്കിത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ നയിക്കുന്നത് വലിയൊരു ശക്തിയാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ പേടി പതുക്കെ മാറിപ്പോകും. എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമോ എന്ന ചോദ്യത്തിന് പകരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യത്തിലേക്കാണോ ഞാൻ ഈ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. ആ ഒരു തിരിച്ചറിവ് വളരെ പവർഫുള്ളാണ്. ഇനി 4ാമത്തെ സൈനാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. നിങ്ങളുടെ പുറത്തുള്ള ലോകം മാറുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറും. പണ്ട് നിങ്ങൾ വിജയം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വെറും ഷോ മാത്രമായിട്ട് തോന്നും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വന്തം സമാധാനത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. പണ്ട് ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചാൽ നിങ്ങൾ ആകെ തകർന്നു പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നേയില്ല. നിങ്ങൾ കൂടുതൽ സത്യസന്ധനാകാൻ തുടങ്ങും. ആരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം നൽകും. പഴയ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പഴയ ശീലങ്ങളോ ഇപ്പോൾ നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് തോന്നാം. അത് നിങ്ങൾ വളരുന്നത് കൊണ്ടാ. ഒരു ഡ്രസ്സ് ചെറുതാകുന്നത് പോലെ. നിങ്ങളുടെ പഴയ ജീവിതം നിങ്ങൾക്കിപ്പോൾ പാകമാകുന്നില്ല. നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി 5ാമത്തെ സൈനാണ് ഉള്ളിൽ നിന്നും വരുന്ന ഒരു സന്തോഷം. അവസാനത്തെ സൂചന, നിങ്ങളുടെ ഉള്ളിൽ ഒരു ശാന്തമായ സന്തോഷം നിറയുന്നതാ. ഇത് വലിയ സന്തോഷം കൊണ്ടോ ബഹളം കൊണ്ടോ ഉണ്ടായതൊന്നുമല്ല, മറിച്ച് എല്ലാം കൃത്യമായ വഴിയിലാണെന്നൊരു ആത്മസംതൃപ്തിയിൽ നിന്നുണ്ടാകുന്നതാ. വെറുതെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വരും. നിങ്ങൾ ഇപ്പോൾ ഒന്നും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് എല്ലാം പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു അത്ഭുതമായിട്ട് മാറും. നിങ്ങൾ സന്തോഷം തേടി അലയുകയല്ല, മറിച്ച് നിങ്ങൾ തന്നെ സന്തോഷത്തിന്റെ ഉറവിടമായിട്ട് മാറും. നിങ്ങളുടെ ഈ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പടരും. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ ഒരു പ്രത്യേക പ്രകാശം ഉണ്ടാകും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തകരുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളൊരു വലിയ കാര്യത്തിന് വേണ്ടി പാകപ്പെടുന്നത് കൊണ്ടാണ്. അടഞ്ഞുപോയ വാതിലുകളെ ഓർത്ത് കരയരുത്. തുറക്കാൻ പോകുന്ന വലിയ വാതിലുകളെ നോക്കി പുഞ്ചിരിക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ 5 അടയാളങ്ങളും സത്യത്തിൽ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ എവിടെയും വൈകിട്ടില്ല, നിങ്ങൾ ഒരിടത്തും തോറ്റുപോയിട്ടില്ല. നിങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. നിങ്ങളുടെ പ്ലാനിനേക്കാൾ വലിയൊരു പ്ലാൻ നിങ്ങൾക്കായി അവിടെ ഒരുങ്ങുന്നുണ്ട്. ധൈര്യമായിട്ട് മുന്നോട്ട് നടക്കുക. ആ വാതിൽ കടന്ന് പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുക. അതുപോലെ തന്നെ ഈ 5 സൂചനകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്